സ്വാഗത ഗാനത്തിന്റെ സ്റ്റേജിലേക്ക് ഒന്ന് ക്യാമറ ചിലപ്പോൾ കളരിപ്പയറ്റ് പരിശീലിക്കുന്നത് കാണാം. നമ്മുടെ അയോധന കലയാണ് കളരിപ്പയറ്റ് അടക്കമുള്ള വിവിധ കലാരൂപങ്ങളുടെ ഒരു സംയോജനം ഈ ഉദ്ഘാടന നൃത്തശില്പത്തിലുണ്ട്. അങ്ങനെ ഓരോ കലകളും വന്നു പോവുകയാണ്. നമ്മുടെ നാടിനെ കലയിലൂടെ അടയാളപ്പെടുത്തുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നടത്തിലെ സ്വാഗത നൃത്തശില്പം എന്ന് പറയുന്നത്. നമ്മുടെ എന്തായാലും ഇവരിവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ തന്നെ എല്ലായിടത്തും നമ്മുടെ കുട്ടികളൊക്കെ പ്രാക്ടീസിലാണ്. പലയിടങ്ങളിലായി പ്രാക്ടീസ് നടക്കുന്നുണ്ട്. കലവറയിൽ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പന്തലിൻ്റെയൊക്കെ പണി അവസാന ഘട്ടത്തിലേക്ക് പണിയൊക്കെ നടക്കുകയാണ്. അമൽ തേരമ്പറമ്പിൽ കൂടിയുണ്ട് നമുക്കിപ്പം. അമൽ, നമ്മളെ ഒരുക്കങ്ങൾ എങ്ങനെയായിരിക്കും? നമ്മുടെ ഒരുക്കങ്ങളെല്ലാം അടിപൊളിയായി തന്നെ നടക്കുന്നുണ്ട്. ആലോചന അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം ചെയ്യണമെന്നുള്ളത്. കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് കലോത്സവം എത്തുന്നത്. അതിൻ്റെ ഒരു ആവേശം എല്ലായിടങ്ങളിലുമുണ്ട്. നമ്മുടെ വി ശിവൻകുട്ടി തന്നെ നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ മന്ത്രി ഈ തിരുവനന്തപുരത്ത് ഒരു കുറവും ഉണ്ടാകരുതെന്ന് 100% ഒരു വാശിപ്പുറത്താണ് ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ മുതൽ പായസം കൂടി മുതൽ പഴയടത്തിൻ്റെ പായസം മുതൽ ഇങ്ങ് തുടങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വേദികളിലും പോയി വരികയാണ്. എല്ലായിടത്തും ഒരുക്കങ്ങളെല്ലാം സജ്ജമാണ്. നമ്മുടെ പുത്തിരിക്കണ്ട മൈതാനിയിലാണ് കുട്ടികൾക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ പാചകപ്പുര, വിപുലമായൊരു പാചകപ്പുര അവിടെ ഒരുക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് പ്രധാന വേദി. ഇവിടെയാണ് നാളെ മറ്റ് ചടങ്ങുകളെല്ലാം നടക്കാനിരിക്കുന്നത്. മാതൃഭൂമിക്കായി പ്രത്യേക സ്റ്റാളടക്കം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളും പരിപാടികളെല്ലാം നടന്നു വരികയാണ്. എന്തായാലും നാളെ മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമുക്ക് എന്തായാലും ആഘോഷമാക്കി മാറ്റാമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. സംശയം വേണ്ടല്ലോ. അതായത് ഈ തിരുവനന്തപുരത്ത് മറ്റു കഴിഞ്ഞ തവണ കൊല്ലത്ത് നടന്നതിനേക്കാൾ ആവേശത്തിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് കഴിയും. മാനേജ്മെന്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ആൾക്കാരാണ്. നമ്മൾ ഇതിന്റെ പങ്കാളികളാണ്. അടിപൊളി. കഴിഞ്ഞ വർഷം കലോത്സവത്തിന് മുമ്പേ കാഴ്ചക്കാരെത്തിയിട്ടുണ്ട്. അതെ, വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ കലോത്സവം വിജയിപ്പിക്കാൻ എത്തിയിട്ടുള്ള വേദിയിലെ ശബ്ദ സംവിധാനങ്ങൾ, ശബ്ദ ദൃശ്യ സംവിധാനങ്ങൾ ഇനി തുടങ്ങിയാൽ മതി. എവിടെയാ നിങ്ങളുടെ പേരെന്താ പറഞ്ഞു? അവരാണ് ഇത്തവണ താങ്കളുടെ സ്ഥാപനമാണോ അതോ? ശബ്ദവും വെളിച്ചവും ഒക്കെ നൽകുന്നത്. ശബ്ദവും വെളിച്ചവും നൽകുന്ന ആളുകളാണ്. അങ്ങനെ എല്ലാവരും റെഡിയാണ്. ഓരോന്നിങ്ങനെ റെഡിയായി വരികയാണ്. തുടങ്ങാണ് വേണ്ടത്. നമുക്ക് നേരത്തെ കലവറയെ കുറിച്ച് അക്ഷയ പറഞ്ഞല്ലോ. അപ്പോ പറഞ്ഞു തന്നായിരുന്നോ സ്റ്റേജിന്റെ 3 തട്ടോ? പറഞ്ഞില്ലല്ലേ? അപ്പം നമ്മുടെ ഈ കുട്ടികൾ ഈ സ്റ്റേജ് തന്നെയാണ് കളിക്കുന്നത്. ആ സമയം ചീഫ് മിനിസ്റ്ററും മന്ത്രിമാരും MLA-മാരും വിശിഷ്ട വ്യക്തികളെല്ലാം താഴെ അറ്റമായിരിക്കുന്നത് ഈ കസേര. അപ്പം അതിന്റെ വേറെ തട്ടുണ്ടല്ലോ മേളിൽ, അത് ജഡ്ജസിന് ഇരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ 3 തട്ടുള്ള സ്റ്റേജ് ആണ്. ശരി, ഓക്കെ, താങ്ക് യു. സ്റ്റേജ് നമുക്ക് കാണാം 3 തട്ടായിട്ട്. ഓക്കെ, കണ്ടിട്ട് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. അതെ, സ്കൂളിൽ വന്ന് യെസ്. നമുക്ക് ഇപ്പം